ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ലൈവ് നല്ല രസമുണ്ടായിരുന്നു. ലൈവ് എന്ന് പറഞ്ഞാൽ ഉച്ച വരെയുള്ള ലൈവ് നല്ല രസമുണ്ടായിരുന്നു. എപ്പിസോഡും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ റിവ്യൂ ഇടാതിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. ലൈവ് മഹാബോറായിരുന്നു. പിന്നെ എപ്പോഴും ഈ നെഗറ്റീവും ഈ അടുക്കളയിലെ വഴക്കും ഫുഡ് കഴിക്കുന്ന വഴക്കും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഇടാതിരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പറയാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലായിരുന്നു ഒന്നും. പിന്നെ കഴിഞ്ഞ റിവ്യൂകളിൽ എനിക്ക് ആകപ്പാടെ നല്ല രസമായിട്ട് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബറും ഷാനവാസും ഒന്നിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ് എനിക്ക് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. അപ്പൊ വേറൊന്നും എനിക്ക് അത്രയല്ല, ഫുള്ള് സാധാരണ കാണുന്ന പോലെ തന്നെ എന്നും ചപ്പാത്തി വഴക്ക്, ആ വഴക്ക് ഈ വഴക്ക്, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേറെ റിവ്യൂസ് ഒന്നും ഇടായിരുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡും ലൈവും ഉച്ചകഴിഞ്ഞുള്ള ലൈവും അടിപൊളിയായിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് പറയാനുണ്ടായി. എന്ന് ഈ ചമ്മന്തി വഴക്കും മറ്റേ വഴക്കും ഈ വൃത്തികെട്ട കുറെ വഴക്കുകളല്ലാണ്ട് കുറച്ച് കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ പറയാൻ കിട്ടി. അപ്പൊ അതുകൊണ്ടാട്ടോ. അപ്പൊ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത്. ഫസ്റ്റ് തന്നെ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള പാട്ടില്ലേ, അത് വെച്ചാൽ നമ്മുടെ സോങ് തുടങ്ങി. നമ്മുടെ വീട് ഇന്ന് രാവിലെ ഓണായി വന്നത്. എല്ലാവരും ഗോവിന്ദ എന്നുള്ള പാട്ട് ഇട്ടു. വീടൊക്കെ ഓണായി വന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അവരുടെ ഫുഡ് കഴിക്കുന്ന ടൈമായപ്പോൾ രാവിലെ കഴിക്കേണ്ട ഫുഡ് അവർ 11 മണിക്കോ 11:30 ആയിട്ട് ഇവർ ഫുഡ് കഴിക്കുന്നത്. രാവിലെ തന്നെ ഫുഡിനെ ചൊല്ലി അടുക്കളയിൽ ഒരു വഴക്കായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊരു വഴക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ സാമ്പാർ വെച്ചത് ഏതാണ്ട് രസം പോലെ ഇങ്ങനെ ചാറായിട്ട് നീണ്ട് എങ്ങനെ ഇത് കഴിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ഇവർക്ക് എല്ലാ പ്രാവശ്യത്തെയും ഫുഡിനെക്കാട്ടിലും ഈ പ്രാവശ്യം ഫുഡ് കൂടുതലാണ് കൊടുത്തത്. പക്ഷെ അവരത് സേവ് ചെയ്ത് വെച്ചതാന്നാ പറഞ്ഞത്. കുറച്ചുകൂടെ സേവ് ചെയ്ത് വെച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമ്പാർ വെച്ചിരുന്നത് ലക്ഷ്മിയാണ്. നമ്മുടെ വയൽക്കാട് എൻട്രി ആയിട്ട് വന്ന ലക്ഷ്മിയാണ് സാമ്പാർ വെച്ചത്. അപ്പൊ അവരത് ആ ഫുഡ് ഇനി വേണ്ടതിന് സേവ് ചെയ്ത് വെച്ചാൽ സാമ്പാറൊക്കെ രസം പോലെ ലൂസായിട്ട് നമ്മളെ ക്യാമറയിൽ അത് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തന്നെ തോന്നി ഇത് എങ്ങനെ ഇവര് തിന്നുന്നെന്ന്. പിന്നെ കുഞ്ഞ് 2 ചപ്പാത്തിയാണ് കൊടുത്തേക്കുന്ന അനുവും കിച്ചൺ ടീമിലുണ്ടായിരുന്നു. അപ്പൊ അനു ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തിയല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കി, ലക്ഷ്മി സാമ്പാറും ഉണ്ടാക്കി, ജിഷിന് ഏതാണ്ട് ചമ്മന്തിക്കും എന്തോ സംഭവത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജിഷിൻ ചമ്മന്തിക്ക് വെച്ചത് ഇവർ ചമ്മന്തി അരച്ചില്ല, സാമ്പാർ വെച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം അടി തുടങ്ങിയത്, ജിഷിനുമായിട്ട് അടി തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും സാമ്പാർ വെച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ 2 ദോശ തിന്നിട്ട് ആരുടെയും വയറ് നിറഞ്ഞില്ല. അപ്പൊ ഇവർക്ക് ഇഷ്ടം പോലെ ഫുഡ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഇതാക്കാതെ അവർക്ക് ആവശ്യത്തിന് വയറ് നിറച്ച് ഫുഡ് കൊടുക്കാമെന്നുള്ളതെന്ന് തോന്നുന്നു. ചപ്പാത്തിയൊക്കെ 3 പാക്കറ്റ് എങ്ങാണ്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കത് കൊടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ അനുമോളുടെ സംസാരം, അനുമോളുടെ കുറെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് കുറച്ചുകൂടെ മയവട്ടൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നാടാ നീ പോടാ, നീ വേണം തിന്നടാ, നീ പോടാ, അങ്ങനെയൊക്കെ പറയുമ്പം നമ്മളാണെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ, നമുക്ക് തന്നെ എന്തോ ഒരു അരോചകമാണ് അങ്ങനെ കേട്ടോണ്ട് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് നമ്മൾ കൊടുക്കുമ്പം അനുമോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും സംസാരം കൂടെ ആ ഫുഡ് കഴിക്കുമ്പോൾ അവരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കാം. അപ്പൊ അതിനെ ചൊല്ലി നല്ല രീതിയിൽ വഴക്കുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് നമ്മുടെ നിവിൻ പറയുന്നുണ്ട്, ഞങ്ങളാരും പട്ടികളല്ല, ഇങ്ങനെ ആട്ടിത്തുപ്പി എപ്പോഴും ഇങ്ങനെ ആട്ടികെട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പട്ടികളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് ശരിയാന്ന് തോന്നി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടെ സ്നേഹത്തോടെ കുറച്ചുകൂടെ സന്തോഷത്തോടെ അതൊക്കെ കൊടുക്കുമ്പോൾ അല്ലേ ഇത്, അല്ലെ തന്നെ അവർക്ക് എല്ലാവർക്കും ഒരു പ്രഷർ. അപ്പൊ ഫുഡിന്റെ മുന്നിലൂടെ അങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ വലിയ വഴക്കായി കാര്യങ്ങളായി. പിന്നെ ലക്ഷ്മിക്ക് ഈ അളവുകൾ അറിയത്തില്ല. ലക്ഷ്മി പുതിയതായിട്ട് വന്നാലും അപ്പൊ ലക്ഷ്മിക്ക് കാര്യങ്ങൾ അടുക്കളയിൽ എന്തോരം എടുക്കണം, എങ്ങനെ ഇടണമെന്ന് അറിയത്തില്ല. അപ്പൊ അറിയാൻ പാടില്ല. അനുമോളൊക്കെ നേരത്തെ കിച്ചൺ ടീമിൽ നിന്നിട്ടുണ്ട്. അപ്പൊ അനുമോക്കൊക്കെ കാര്യം അറിയാം. അപ്പൊ ഈ പുള്ളിക്കാരത്തി പുതിയതാന്ന് അറിയാന്നല്ല. അപ്പൊ അനുമോക്കൊക്കെ ഒന്ന് ജസ്റ്റ് ചേച്ചി ഇത് ഇത്രയല്ല, ഇത്രയും കൂടുതൽ ഇടണം, പച്ചക്കറി ഇത്രയും കൂടുതൽ ഇടണം, അതിങ്ങനെ ചെയ്യണമെന്ന് പുള്ളിക്കാരിയോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ. അപ്പൊ അതവിടെ അനു മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഒരു വഴക്കിലോട്ട് അനു അല്ല ശരിക്കും വഴക്കിനുള്ള കാരണം ലക്ഷ്മിയുടെ കയ്യില് മിസ്റ്റേക്കാണ് പറ്റിയിരിക്കുന്നത്. സാമ്പാറിന്റെ ഇതിൽ മെയിനായിട്ട് വഴക്കായിരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് ദോശയും ചെറുതായിരുന്നു.
അനു അവിടെ അതെല്ലാം അനുവിനിപ്പം ബിഗ് ബോസിന്റെ എല്ലാം മെറ്റീരിയലായി വന്ന് അനുവിന് അവിടെ കളിക്കുന്നതും നിൽക്കുന്നതും ചിരിക്കുന്നതും മൊത്തം കണ്ടന്റായി മാറിയേക്കാണ്. അപ്പൊ അനു അതൊരു കണ്ടന്റ് ആട്ടെ എന്നോർത്ത് ചെയ്താന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വഴക്കുണ്ടായി. പിന്നെ ലാസ്റ്റ് അനു അവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിയപ്പോൾ അനുവിനെ കിച്ചൺ ടീമിൽ നിന്ന് നിവിൻ മാറ്റി, നിവിൻ ബാത്റൂം ടീമിലോട്ടാക്കി, ഒനീലിനെയും ജിസേലിനെയും വീണ്ടും കിച്ചൺ ടീമിലോട്ടാക്കി. അങ്ങനെ മാറ്റിയിട്ടു. അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്തു. ഈ നിവിന് ക്യാപ്റ്റൻ ആയപ്പം അനുമോള് കഴിഞ്ഞ പ്രാവശ്യം കിച്ചൺ ടീം ചെയ്തപ്പോൾ വഴക്കാന്നറിയാം. പിന്നെ എന്തിനാ അനുമോളെ ഇങ്ങനെ അവിടെ കൊണ്ടിടുന്നതെന്ന് അറിയാൻ പാടില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് മാറ്റില്, ഇടയ്ക്ക് കൊണ്ടുവരില്ല, ഇടയ്ക്ക് മാറ്റില്, ഇത് തന്നെ പരിപാടി. അപ്പൊ അങ്ങനെ രാവിലെ കിച്ചൺ ടീം തൊട്ട് നല്ല പൊരിഞ്ഞടിയായിരുന്നു. ആ അടികളെല്ലാം കഴിഞ്ഞു. പിന്നെ പിന്നെ അനുമോളുടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി നടക്കുന്നുണ്ട്. അതിപ്പോൾ അനുമോളുടെ ശരിക്കൊരു ഗെയിം പ്ലാൻ ആണ്. അവിടെ ആദിലയ്ക്കും നൂറയ്ക്കും അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട ഷാനവാസിനൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ട് ഇവര് മാറി നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഇവളുടെ കണ്ടന്റ് മേക്കിംഗ് ഇവക്കെല്ലാം ഇവിടെ കണ്ടന്റ് ആണ് അവര് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ അനു പുറത്ത് സ്വാഭാവിക പോയിരുന്നു എന്റെ കുഴപ്പം എല്ലാവരും കൂടുതൽ ദോശ തിന്ന് പിടിപ്പിച്ചു, അതെന്റെ കുഴപ്പം, ഞാൻ ഒരു ദോശയെ തിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു ഇങ്ങനെ പണ്ടപ്പരപ്പം പരാതിയും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇവർക്ക് ഇത്രയും കൊടുത്താൽ മതി, ഇവര് വേറെ പണിയൊന്നും ചെയ്യുന്നില്ല. അതിനുള്ള സംസാരം ഒരു പ്രത്യേകത. പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. 2 ചപ്പാത്തി കൊടുത്താൽ മതി, ഇവർ വേറെ പണിയൊന്നും ഇവിടെ എടുക്കുന്നില്ലല്ലോ, വലിയ പണികളൊന്നും അല്ല എടുക്കുന്നത്, ഇവിടെ ചുമ്മാ ഇരിക്കുന്നല്ലേ ഉള്ളൂ, AC കത്ത് കയറി കുത്തിയിരിക്കുന്നല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ട്. ബിഗ് ബോസ് ഇവർക്ക് ഇത്രതേ അവകാശപ്പെട്ട് റേഷൻ കൊടുക്കുന്ന കേസല്ലേ. അപ്പൊ അനുമോക്ക് അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അനുമോൾ ആ ഒറ്റപ്പെടാനായിട്ട്, ഞാൻ ഒറ്റപ്പെടുവാണ്, എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുവാന്ന് അങ്ങനെ അറിയിക്കാനായിട്ട് അനുമോൾ ചെയ്ത പരിപാടിയാണ് അത്. ഇവര് വലിയ പണികളൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ 2 ഗോതമ്പ് ദോശ കിട്ടുന്നുള്ളൂ. അത് അനുമോൾ ചിന്തിക്കുന്നില്ല. ഇവർക്ക് വേറെ എക്സ്ട്രാ ഫുഡുകൾ പുറത്തൊന്നും കിട്ടുന്നില്ല. ഈ 4 മണിക്കോ അങ്ങനെയുള്ള കടികളൊന്നും കിട്ടുന്നില്ല. ഇടയ്ക്ക് തിന്ന സ്നാക്സ് കിട്ടുന്നില്ല. അപ്പൊ ഇവർക്ക് ഇതൊക്കെയല്ലേ ഉള്ളു. അപ്പൊ ഇത് ഉള്ളിലോട്ട് ദഹിച്ചു പോവല്ലേ. അപ്പൊ ഇവർക്ക് വിശക്കൂല. ഇവർ മരുന്ന് കഴിക്കുന്നവരുണ്ട്. പിന്നെ ഇത്രയും അക്ബറും ഷാനവാസും എന്നൊക്കെ പറഞ്ഞാൽ ഗടാഗടിയന്മാരായ ആണുങ്ങൾ, അവർക്കൊക്കെ 2 ദോശയൊക്കെ തിന്ന എന്നെ ആവാനെ ഈ വലിയ പൊട്ടക്കണറ്റിൽ കൊണ്ട് 2 കുഞ്ഞി കല്ലിടുന്ന പോലെ ആയിരിക്കും. അതിന് ആ പിള്ളേർക്കൊക്കെ നല്ല വിശപ്പ്. ആൺപിള്ളേർക്ക് മാത്രമല്ല, പെൺപിള്ളേർക്കും അത്യാവശ്യം എല്ലാവർക്കും ഈ അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മസ്താനിക്ക് പറയുന്നത് ചെറിയ ദോശ ഉണ്ടാക്കിയത് അതാകുമ്പോൾ വയറ് നിറയുന്നില്ല എന്ന് പറയുന്നത്. ഇവർക്ക് വയറ് നിറച്ച് കൊടുക്കാനും ഉണ്ടാക്കുന്നുണ്ട്, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് വയറ് നിറച്ച് കൊടുക്കാൻ നോക്കുക. അങ്ങനെ അനുവിൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് പറ്റി. അനു അതിൽ കണ്ടന്റ് കണ്ടെത്തി അനു ഒറ്റപ്പെടുന്ന രീതിയിലാക്കി. എന്നിട്ട് അതിലെ 100 അടുത്ത് വന്നിരുന്നുണ്ട്. പിന്നെ അതിലെ 100 ഷാനവാസിനോട് പറയുന്നുണ്ട് ഇവർക്ക് ഇതെല്ലാം കണ്ടന്റ് ആണ്. അപ്പം ഷാനവാസ് പറയും നമ്മളെല്ലാ കാര്യത്തിനും അവളുടെ കൂടെ നിന്നിട്ട് അവർക്ക് ഇതെല്ലാം കണ്ടന്റ് ആയില്ല, അവളുടെ പാവ വരെ കണ്ടന്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനു ഇനി ആ ഗെയിമും പിടിച്ചുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകാതിരിക്കുക എന്നായിരിക്കും അനുവിന് നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വന്നു. പണിപ്പുര ടാസ്കിനകത്ത് ഇവരെ കൊണ്ട് എന്ത് ചെയ്ത ഈ ഡ്രസ്സുകൾ, ഇവർക്ക് പണിപ്പുര വൈൽഡ് കാർഡ്സിന് ഡ്രസ്സുകൾ സാധനങ്ങൾ പണിപ്പുരയല്ല. അപ്പൊ അത് എന്ത് ചെയ്ത വീട്ടുകാർ അത് എടുക്കണ്ടെന്നുള്ള ഇതില്ല, ഇവരെടുക്കരുത് എന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. വീട്ടുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ട വൈൽഡ് കാർഡ്സ് എന്ത് ചെയ്ത ആ പണിപ്പുര എന്നുള്ള അവരുടെ സാധനങ്ങൾ എടുക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ ബോംബ്, വലിയ ബോംബ്, മീഡിയം ബോംബുണ്ട്. ഏത് വഴി പോയാലും ഈ വീട്ടുകാർക്കിട്ട് പണി കിട്ടും. അവർക്കിട്ട് അങ്ങനെ പണി കിട്ടാതിരിക്കാനായിട്ട് ഇവരെ കൊണ്ട് എങ്ങനെ ചെയ്താലും അത് എടുപ്പിക്കാതിരിക്കാനായിട്ട്. അപ്പൊ 10 സെക്കൻഡാണ് കൊടുത്തിരുന്ന. 10 സെക്കൻഡിനുള്ളിൽ എല്ലാവരും പോയി സാധനം തിരിച്ചെടുക്കണം. അപ്പം ജസ്റ്റ് ആ ടൈമിനുള്ള കണ്ട് ജിഷിൻ പുറത്ത് വന്നെന്ന് തോന്നുന്നു കേട്ടോ. ജിഷിൻ പുറത്ത് വന്ന് തർക്കിക്കുന്നു. അപ്പം ക്യാപ്റ്റനോട് ബിഗ് ബോസ് ചോദിക്കുന്നു. അപ്പം എല്ലാവരും കൂടെ പറയുന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അക്ബർ ഇവർ കൊണ്ടുവന്ന സാധനമൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വെക്കാവേ. അപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ വലിച്ചെറിയുന്നുണ്ട്. വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവർ പറയുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊന്നു പോലെ കൊണ്ട സാധനങ്ങളാണ്, ചിലപ്പോൾ അതിനകത്ത് പൊട്ടുന്ന സാധനങ്ങൾ കാണാം, അക്ബർ എന്തിനാ വലിച്ചെറിയുന്നതെന്ന് ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ജിഷിനും അക്ബറും കൂടെ വഴക്ക്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ക്യാപ്റ്റൻ ആദ്യം പറഞ്ഞു ജിഷിൻ 10 സെക്കൻഡിനുള്ളിൽ ബസറടിച്ചപ്പോൾ പുറത്തിറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങിയില്ല എന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ നേരെ നിവിൻ പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങിയില്ല, അത് തെറ്റാന്ന്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു സാധനം എല്ലാം തിരിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കാണ്ട് ജിഷിൻ സാധനം എല്ലാം കണ്ട് ഹൗസിനകത്തോട്ട് കയറി. അപ്പൊ അക്ബർ ആ വാതിലെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തോട്ട് കയറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ട് ഒരു ഉന്തും തള്ളുവായി അക്ബർ ആ ഹൗസിനകത്ത് തന്നെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. പിന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു. അപ്പൊ ക്യാപ്റ്റനോട് പറഞ്ഞ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇത് കയറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ജിഷിന്റെ സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവച്ചു കേട്ടോ. അപ്പൊ അതിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോയിലും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. ജിഷിന്റെ സംസാരം ഒരു ഇച്ചിരി അരോചകം
അരോചകമായി തോന്നുന്നുണ്ട്. ജിഷിനെ ഭയങ്കരമായിട്ട് അരോചകമായി തോന്നുന്നുണ്ട്. ഒരുപാട് എല്ലാ കാര്യങ്ങളും ഓവറായിട്ട് കിടന്ന് റിയാക്ട് ചെയ്യാണ്ട് കുറച്ച് സമീപനം പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറേ കേട്ടുമ്പോൾ ആവശ്യമില്ലാണ്ട് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലക്ഷ്മിയോടെ കാണാൻ ആവശ്യമില്ലാണ്ട് കുറേ കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നു. എടി 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 നമുക്കത് കേൾക്കുമ്പോൾ തന്നെ എടി നീ കാരണം അടി എടി എടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാക്കുന്നു. ഒരു ആവശ്യമില്ല. ജിഷിനെ അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിന് വൈൽഡ് കാർഡ്സിനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വലിയ നമുക്ക് കണ്ടിരിക്കാനോ ഇവരുടെ ഗെയിം നല്ല രസമാണ്, നമുക്ക് ആകാംക്ഷയോട് കാണാനൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഇവരെക്കാട്ടിലും ഭേദം അവിടെ ഉണ്ടായിരുന്ന ഹൗസ് മേറ്റ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. മസ്താനിയൊക്കെ ആണെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടുള്ള അടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവിടുന്ന് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ഗെയിം ഒന്നും കാണുന്നില്ല. പുറത്തുനിന്ന് കുറേ കാര്യങ്ങൾ കണ്ടുവന്നിട്ട് അതിനെക്കുറിച്ചുള്ള അടി മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ പ്രവീൺ എന്താണ്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ വഴക്കുണ്ടാക്കാനുള്ളത് തോന്നുന്നു. പക്ഷെ കണ്ടന്റുകളൊന്നും പുറത്തോട്ട് തന്നെ വരുന്നില്ല. ജിഷിൻ വാ തുറക്കുമ്പോൾ തന്നെ ഫുൾ വഴക്കുണ്ടാക്കാൻ ഒരുമാതിരി ഇങ്ങോട്ട് ചാടി കടിക്കാൻ വരുന്നില്ല ജിഷിന്റെ സംസാരം. അപ്പൊ അതും ഭയങ്കര അരോചകമാണ്. പിന്നെ സാബുമാൻ എന്തിനാ കൊണ്ടുവന്നത് എനിക്കറിയത്തില്ല. എന്തിനാ ബിഗ് ബോസ് സാബുമാനെ കൊണ്ടുവന്നത്? അതുകൊണ്ട് ബിഗ് ബോസിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കണ്ടിട്ട് നമുക്കാർക്കും ഒരു പ്രയോജനം തോന്നില്ല. ഇന്ന് എന്താണ്ട് മോർണിംഗ് ടാസ്ക് ഒക്കെ കൊടുക്കുന്നതാണ് സാബുമാന് ബിഗ് ബോസ് സംസാരിക്കാനെങ്ങാണ്ട് സാബുമോൻ ആരാന്ന് പറയാനായിട്ട് പുള്ളി അപ്പം തന്നെ വന്ന് ഷർട്ട് ഊരിയിട്ടു. പിന്നെ വീട്ടുകാരൊക്കെ പുള്ളീനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അത് 5 പൈസ എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടുകാരെല്ലാം പുള്ളീനെ വട്ടത്തിലിട്ട് കളിയാക്കുക എന്നുള്ള കേസ് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നലെ ഇതുപോലെ തന്നെ പണിപ്പുര ടാസ്ക് കൊടുത്തപ്പോൾ പുള്ളി വീട്ടുകാർ സാബുമാൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓർത്ത് പുള്ളിനെ ഏതാണ്ട് പ്രൊമോട്ട് ചെയ്ത് അവരെല്ലാം കൂടെ അവരുടെ ഗ്രൂപ്പിനെ താലോലിച്ചോണ്ട് നടക്കാനായിട്ട് കൊണ്ടു നടക്കുന്ന ഞാൻ ഷർട്ടൂരിക്കോട്ടെ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നത്. അതെന്തിനാ ഈ പുള്ളി എല്ലാവരും ഷർട്ടൂരി ഇട്ടിട്ട് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ല കേട്ടോ. പുള്ളിക്ക് എന്നെ പറഞ്ഞാൽ ആദ്യം തന്നെ ഷർട്ട് ഊരി ഇടണം. അത് എന്തിനാണോ ആർക്കറിയാം. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഒരു കണ്ടന്റുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല. അതൊരു വേസ്റ്റ് വൈൽഡ് കാർഡാന്ന് തോന്നുന്നു. പിന്നെ മുന്നോട്ടുള്ള കളി കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ നടന്നാൽ അടുത്ത നോമിനേഷന് വരുമ്പോൾ പുറത്താവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നടന്നിരുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാനെ. കിരീട യുദ്ധം എന്ന് പറഞ്ഞാൽ വീക്കിലി ടാസ്ക് ആട്ടോ. ഇത്രയും 28-30 ദിവസം ഉണ്ടായി. ഇത്രയും ദിവസങ്ങളിൽ പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറെ വൃത്തികെട്ട ടാസ്ക് കൊടുത്ത് ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത കുറെ ടാസ്കുകളാണ് കൊടുത്തിരുന്നത്. ചില ടാസ്കുകൾ കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ടാസ്കുകളൊന്നുമില്ലായിരുന്നു. അപ്പൊ പുതിയ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. വീക്കിലി ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. കിരീട യുദ്ധം എന്നാ വീക്കിലി ടാസ്ക്. 7 ഗ്രൂപ്പായിട്ട് 3 പേരുള്ള 7 ഗ്രൂപ്പായിട്ട് ബിഗ് ബോസ് തിരിച്ചിട്ടുണ്ട്. ടീമൊക്കെ ബിഗ് ബോസ് തന്നെയായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. ശത്രുക്കളെ മൊത്തം ഓരോ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 7 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു ടീമിന് 3 പേര്, അങ്ങനെ 7 ഗ്രൂപ്പ്. അതിൽ ഒരാൾക്ക് ക്യാപ്പ് കൊടുക്കും. ആ ക്യാപ്പാണ് കിരീടം. മറ്റുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവനവന്റെ ക്യാപ്പ് സംരക്ഷിക്കുകയും വേണം. മറ്റുള്ളവരുടെ ക്യാപ്പ് പിടിച്ചു പറിച്ച് അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡെ കൊണ്ട് തൂക്കിയിട്ട് കഴിയുമ്പോൾ ആ റൗണ്ടിൽ വിജയിക്കും. അങ്ങനെ 4 ദിവസത്തെ വീക്കിലി ടാസ്കാണ് നടക്കുന്നത്. ഇന്ന് നടന്നത് ഫസ്റ്റ് ടാസ്കാണ് നടന്നിരുന്നത്. അപ്പൊ ഈ ക്യാപ്പ് നമ്മുടെ ക്യാപ്പ് പോകാതെ മറ്റുള്ളവരുടെ ക്യാപ്പ് നമ്മൾ തട്ടിയെടുത്ത് ആ സ്റ്റാൻഡിൽ കൊണ്ട് തരുമ്പോൾ അത് ലോക്കാവും. പിന്നെ അവർ വിജയിക്കും. അന്നത്തെ വീക്കിലി ടാസ്ക് തീരും. അങ്ങനെയാണ്. അപ്പൊ ടാസ്ക് ആയിട്ട് കൊടുത്തിരുന്നത് നമ്മുടെ ഗടാഗടിയന്മാരായ അക്ബറിനെ ഷാനവാസിനെയും കൂടെ രേണുവിന് കൊടുത്തു. രേണു പറഞ്ഞ നടക്കുക. അതിലത്തെ ക്യാപ്റ്റൻ രേണു ആയിരിക്കുന്നത്. പിന്നെ അനു, ജിസേല്, ശൈത്യ. അവർക്ക് അനുവിന് നോങ്ങ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിസേലിനും ഇഷ്ടപ്പെട്ടില്ലോ. ശൈത്യമുണ്ട്. പിന്നെ വേറെ വഴിയൊന്നുമില്ലോ. അവരുടെ ഗ്രൂപ്പ് തിരിക്കാന്നൊക്കെ ഓർത്തോണ്ടിപ്പം ബിഗ് ബോസ് സമ്മതിച്ചില്ല. ബിഗ് ബോസ് അവിടെ പണി കൊടുത്തു. അതിൽ ക്യാപ്റ്റൻ ജിസേലാണ് ആയിരിക്കുന്നത്. പിന്നെ അപ്പാനി, അനീഷ്, സാബുമാൻ. അതിനകത്ത് അനീഷാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അങ്ങനെയല്ല മസ്താനി, രന, ആര്യൻ, പിന്നെ ബിന്നി നൂറ, അഭിലാഷ, ആദില, നൂറ, ഒനീൽ ക്യാപ്റ്റൻ, ലക്ഷ്മി, ജിഷിൻ, നിവിൻ. അതിനകത്ത് നിവിൻ ക്യാപ്റ്റൻ ആയേക്കുന്നു. അപ്പൊ ഈ തൊപ്പി കിട്ടുന്ന ഇവർക്ക് ജയിക്കുന്നവർക്ക് സൂപ്പർ പവർ കൊടുക്കും കേട്ടോ ബിഗ് ബോസ്. സൂപ്പർ പവർ എന്ന് വെച്ചാൽ അവർക്ക് 3 ആഴ്ച നോമിനേഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ ഇവർക്ക് 3 ആഴ്ച നേരിട്ട് ആ ടീം അംഗങ്ങളിൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യും. 3 ആഴ്ച കേട്ടോ. അല്ല
പിന്നെ ഫാമിലി വീക്ക് വരുമ്പം ജയിച്ച ആൾക്ക് അവരുടെ ഫാമിലി എല്ലാ ഫാമിലി വീക്കിലും ഒരു ദിവസം വന്നിട്ട് വൈകുന്നേരമോ പിറ്റേ ദിവസമൊക്കെ ഫാമിലി പോകുവാണല്ലോ. അപ്പോൾ ഈ ജയിച്ച ആൾക്കാരുടെ ഫാമിലിക്ക് ഒരാഴ്ച അവിടെ നിൽക്കാം, ഹൗസിൽ നിൽക്കാം. അതാണ് ഓഫർ. കണ്ണൻ ചിപ്പിപ്പിക്കുന്ന ഓഫറുകൾ കൊടുത്തേക്കുന്നതിന് കാരണം ഇല്ല, ഇതുങ്ങൾ തമ്മിൽ തല്ലി വഴക്കൂടിയ ടാസ്ക് കുളവാക്കും. ബിഗ് ബോസ് ഇത്രയും ദിവസം ടാസ്ക് ഒക്കെ കൊടുത്താണല്ലോ. അപ്പോൾ ബിഗ് ബോസിന് അറിയാലോ ഇതുങ്ങൾ ഏത് രീതിയിൽ കളിക്കുന്നു. അപ്പോൾ ഇത് ഫിസിക്കലി പാടില്ല, കയ്യാങ്കളി പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല എന്ന്. പക്ഷെ ഇതെല്ലാം ഫുൾ ഫിസിക്കൽ ഗെയിം ആട്ടോ, ഫുൾ ഫിസിക്കലാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അനീഷൊക്കെ ചത്തുപോയി കേട്ടോ. അപ്പോൾ ഇവര് ബസറടിച്ചു, ഇതെല്ലാം റെഡിയായി, എല്ലാവരും തല ക്യാപ്പ് വെച്ചു. പെൺപിള്ളേരൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിയിട്ട് പൊക്കി കെട്ടിയിട്ട് ക്യാപ്റ്റ് ഉള്ളിൽ കൂടെ എടുത്ത് സ്ലൈഡൊക്കെ കുത്തി വെക്കുന്നുണ്ട്. പിന്നെ ഒനിയിലൊക്കെ തൊപ്പി വെച്ചിട്ട് ഹുഡിയുടെ ക്യാപ്പ് മോളിൽ കൂടെ ഇട്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഡ്രസ്സിനകത്തൊന്നും വെക്കാൻ പറ്റില്ല, ഫുൾ സമയം തൊപ്പി തല വെച്ചിരിക്കണം, എന്നിട്ട് ഇതുവഴി ചലിച്ചോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നിവിൻ പോയി കട്ടിലെ സൈഡിലും കണ്ട് പാത്തിരിക്കുന്നുണ്ടോ, അത് നല്ലൊരു ഗെയിം. പാത്തിരിക്കാൻ ബിഗ് ബോസ് പാത്തിരിക്കില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിവിൻ പാത്തിരിക്കുന്നുണ്ട്. പിന്നെ പുതപ്പിട്ട് മൂടി, അനീഷൊക്കെ പുതപ്പിട്ട് മൂടി ഇരിക്കുന്നുണ്ട്. ഗെയിം തുടങ്ങിയപ്പോൾ രേണുവിൻ്റെ അടുത്ത്, രേണുവാണ് എല്ലാവരും ടാർജറ്റ്. കാരണം രേണു കുറച്ചുള്ളൂ, അപ്പോൾ എല്ലാവർക്കും പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ രേണുവിന് കവറായിട്ട് നിൽക്കുന്നത് നമ്മുടെ അക്ബറും പിന്നെ അക്ബറും ഷാനവാസും നിൽക്കുന്നത്. അപ്പോൾ കുറേ പേര് ഒന്ന് രേണുവിനെ പിടിക്കാൻ നോക്കി. അപ്പം ഷാനവാസ മറ്റുള്ളവരുടെ ക്യാപ്പ് തട്ടിയെടുക്കാൻ പോയി. അക്ബറെ രേണുവിനെ സംരക്ഷിച്ച് നിർത്തി. രേണുവിൻ്റെ തലേന്ന് ക്യാപ്പ് പോയില്ലിട്ട് അക്ബർ നന്നായിട്ട് സംരക്ഷിച്ച് നിർത്തി. പിന്നെ അനീഷിനെ ഇന്ന് തവിട് പൊടിയാക്കി കളഞ്ഞു. അനീഷ ഒരു ഫൗൾ പ്ലേ കളിച്ചിട്ട് ബിഗ് ബോസ് തലേ വെക്കാനാണ് പറഞ്ഞത്. പക്ഷെ അനീഷ ആ സാധനം തലേ വെക്കാണ്ട് ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ കടിച്ചു പിടിക്കും. ഇങ്ങനെ ബെഡിൽ കമന്ന് കിടന്നിട്ട് നമ്മുടെ വയറിനുള്ളിൽ വെച്ച് പിന്നെ ഇവർ പിടിക്കുന്ന ആ സാധനം കടിച്ചു പിടിച്ചു. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ അനീഷ് കമന്ന് നടന്നപ്പോൾ അനീഷിന്റെ മുകളിൽ ഷാനവാസ്, ആര്യൻ, അഭിലാഷ്, ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു, ലക്ഷ്മി, അങ്ങനെ കുറേ പേര് വന്ന് അനീഷിന്റെ മുകളിൽ ബെഡിലായിരുന്നു. അനീഷിന്റെ മുകളിൽ ചെന്ന് വീണു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുക്കാൻ നോക്കി. അപ്പം അനീഷ് എന്നെ കൊല്ലുന്നേ മാറടാ, ഞാനിപ്പോൾ ചത്തുകൂടാന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. പക്ഷേ കിട്ടും, അത് ശരിക്കും ഫൗൾ പ്ലേ ആണ്. ബിഗ് ബോസ് ഈ സാധനം ഇട്ടുകൊണ്ട് അവിടെ കിടക്കാനല്ല പറഞ്ഞ്, അതുവഴി നടക്കാനാണ് പറഞ്ഞത്. അപ്പം അനീഷ് മെഡിക്കൽ റൂമിലൊക്കെ പോകേണ്ട, അനീഷിന് ഇവിടെ ഏതാണ്ടൊക്കെ പറ്റി, എല്ലാവരുടെ വീട് അനീഷിന് ഏതാണ്ടൊക്കെ പറ്റി. പക്ഷെ അനീഷ് അങ്ങനെ പറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ കിടന്നു പോയതുകൊണ്ടാണ് അനീഷിന് പറ്റിയത്. അനീഷ് നടക്കുവാണ്, അനീഷിന് ഇത്രയും പറ്റില്ല. എന്നിട്ട് ഷാനവാസിന് അതിൻ്റെ ഇടയിൽ നിന്ന് അനീഷിന്റെ ക്യാപ്പിന്റെ പകുതി കിട്ടി. എന്നിട്ട് ഷാനവാസ് അതുകൊണ്ട് അവിടെ തൂക്കിയിട്ടു, അവരെ ലോക്ക് ചെയ്യുന്നിടത്തുകൊണ്ട് തൂക്കിയിട്ടു. അപ്പൊ അപ്പാന്റെ ടീമാണല്ലോ അനീഷ്, അപ്പൊ ഇത് പറ്റൂല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവര് അപ്പാനി നമ്മൾ ഷാനവാസ് തൂക്കിയിട്ട സാധനം എടുത്തോണ്ട് ഇത് കണക്കാക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കഴിയുമ്പോൾ ടാസ്ക് ബിഗ് ബോസ് നിർത്തി വെച്ചു. അതല്ല ബസറടിച്ചപ്പോൾ അനു കുഴഞ്ഞു വീണു. എന്നിട്ട് അനുവിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. പിന്നെ നമ്മുടെ അനീഷ് മെഡിക്കൽ റൂമിൽ പോയി. അപ്പം അങ്ങനെ ഇവരെ മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോയി ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു. ആ ഷാനവാസൊക്കെ തൊപ്പിയെടുത്തില്ല, അനീഷിനെ കൊന്ന് വലിച്ച് പെറുക്കി വലിച്ച് ചാടിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ വെക്കാം കേട്ടോ. അപ്പൊ അനീഷ് വലിച്ച് ചാടിച്ചെടുത്ത ആ തൊപ്പി വെച്ചത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഷാനവാസിന്റെ ടീം വിജയിച്ചിരിക്കുകയാണ്. അപ്പാനി സാബുമാൻ അനീഷുള്ള ടീം ഔട്ടായിരിക്കുകയാണ്. എന്നിട്ട് അപ്പാനി ചെന്നിട്ട് അനീഷിനെ നീ കാരണമാണ് തോറ്റത്, നീ ഇത്ര കോൺഫിഡൻസ് പറഞ്ഞുകൊണ്ട് തോറ്റത്, ഇല്ല ഞങ്ങൾ ജയിക്കണ്ട, ഞങ്ങളുടെ നീ കാരണം ഔട്ടായി. അതിൽ എന്തായിരിക്കുന്നത്, ഷാനവാസിന്റെ ഒക്കെ അടുത്ത് നിൽക്കാൻ അപ്പാനിക്ക് എവിടെ പിടിച്ചിക്കാൻ പറ്റും? ഷാനവാസോട് അക്ബറോട് ചെന്ന് അപ്പാനിക്ക് പിടിച്ചിക്കാൻ പറ്റുമോ? അവരുടെ ഒരു കൈക്ക് തീരാന്നുള്ളൂ. അവർക്ക് സിമ്പിളായിട്ട് ആ വീട്ടിലുള്ള ഹൗസിലുള്ള ഒരാളും ഷാനവാസും അക്ബറിന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റൂല. അപ്പൊ ഷാനവാസിന്റെ പിടിയിൽ ആ ക്യാപ്പ് നടുവേ കീറി പോകുന്നെന്ന് ഓർക്കണം, അത്രയും ശക്തമായിട്ടാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ടീം തോറ്റിന് ഒരാളെ തന്നെ കുറ്റപ്പെടുത്താണ്ട് അത് നമ്മുടെ കുഴപ്പമില്ല സാരമില്ല എന്ന് പറയാൻ അനീഷിനെ തന്നെ കുറ്റപ്പെടുത്തി വെച്ചാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അനീഷിനെ കുറ്റപ്പെടുത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3 പേരും കുഴപ്പമില്ല, ഇവർക്കൊപ്പം സംരക്ഷിച്ച് പിടിച്ചേനായിരുന്നു അനീഷിനെ. അങ്ങനെ കിടക്കലയുടെ ഏറ്റവും എന്തെങ്കിലും സ്ട്രാറ്റജി ഇവർക്ക് ഉപയോഗിച്ചാലായിരുന്നു. അപ്പൊ അനീഷിന്റെ കുറ്റം കൊണ്ട് മാത്രമാണ് തോറ്റത്. അപ്പൊ അങ്ങനെ സംഭവങ്ങളുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നിരുന്നത് പിന്നെ ഈ സംഭവം കഴിഞ്ഞപ്പോഴത്തേനും ആര്യന്റെ വായിന്ന്
കുറെ സംസാരങ്ങൾ വീണു കേട്ടോ ആര്യൻ്റെ വായിന്ന്. ആര്യനൊരു വെളിവും ബോധമില്ലാത്തൊരു ചെറുക്കൻ. രേണു ചേച്ചി കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പോയിരുന്നെങ്കിൽ സുധിച്ചേട്ടൻ്റെ അടുത്ത് പോയേനായിരുന്നെന്ന്. അതെന്ത് വർത്താനം ആര്യം പറഞ്ഞത്? ആര്യൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ആര്യന് ചിന്തിക്കാൻ ഒരു 5 പൈസയുടെ വെളിവില്ല, കോമൺ സെൻസും ഇല്ല, ചിന്തിക്കാൻ വെളിവില്ലാണ്ട് ആര്യൻ വായി തോന്നുന്നത് കോതയ്ക്ക് പെട്ടെന്ന് വിളിച്ചു വരും. ഭയങ്കര കോൺഫിഡൻസോടെ വിളിച്ചു വരും. പുള്ളിയുടെ വിചാരം പുള്ളി പറയുന്നതെല്ലാം കറക്റ്റാണ്. പക്ഷെ പുള്ളി പറയുന്ന പോലെ പൊട്ടത്തര വീട്ടിൽ വേറെ ആരും പറയുന്നില്ല. രേണു ചേച്ചി സുധിച്ചേട്ടൻ്റെ അടുത്തോട്ട് മരിച്ചു പോയേനായിരുന്നെന്ന്. അപ്പൊ അത് അക്ബർ കേട്ടു. അക്ബർ ശരിക്കും വഴക്ക് പറഞ്ഞു. അക്ബറും ഷാനവാസും ഈ എപ്പിസോഡത്തെ കുറച്ചേ കാണിച്ചുള്ളൂ. അക്ബറിന്റെ മാത്രം. പക്ഷെ ഷാനവാസും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല. എന്നിട്ട് ഈ പുള്ളി ആര്യൻ ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റേ പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ ഇതിന് കൂട്ടായിട്ട് ജിഷിനും ഇവർ ഭയങ്കര സോബരുന്ന കോമഡി പറഞ്ഞിരിക്കും. ഈ കണക്കാണെങ്കിൽ ചേച്ചി മരിച്ചു പോകും, 3 നേരം പഞ്ചസാര കഴിക്കുന്നുള്ളൂ, പിടിച്ചാൽ തന്നെ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് കോമഡി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഈ ഡയലോഗ് പറഞ്ഞത് സുധിച്ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പം നീ എന്ത് വർത്താനം അവിടെ അങ്ങനെ പറഞ്ഞത്? ശരിക്കും ഷാനവാസ് കൊടുത്തു കേട്ടോ. ലാസ്റ്റ് അപ്പാനിന് അക്ബറിന് എപ്പോഴേലും മനസ്സിലാവും. അപ്പാനി ശരിക്ക് ഒതുക്കത്തിൽ നിന്ന് അക്ബറിനിട്ട് നല്ല പണി പണിയുന്നുണ്ട്. അപ്പാനി ആര്യനെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തി. അത് എപ്പിസോഡിൽ കാണിച്ചില്ല കേട്ടോ, ലൈവിനകത്തുണ്ടായിരുന്ന. മാറ്റി നിർത്തി പറയുക, നമ്മുടെ അനീഷ് കൺവെൻഷൻ റൂമിൽ മെഡിക്കൽ എമർജൻസി ആയിട്ട് പോയപ്പം ഇവന് അക്ബർ നിന്ന് ചിരിക്കുമായിരുന്നു. അത് ആദ്യമുള്ളാറും ശരിക്കും അത് നീ ചോദിക്കുന്നു പറഞ്ഞിട്ട് ആര്യനെ സ്ക്രൂ കയറ്റി വിടുക അക്ബറിനെതിരെ. അപ്പൊ ഇവൻ എവിടുത്തെ ഫ്രണ്ടാ ഈ അപ്പാനി, എവിടുത്തെ ഫ്രണ്ടാ, ഭയങ്കര ഫ്രണ്ടാ, ചങ്ക മരമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ ഈ അക്ബറിന്റെ എതിരെ പിരികേറ്റി വിടുന്നുണ്ട്. അപ്പൊ ഇവൻ അപ്പാനെ തോറ്റാനുള്ള വൈരാഗ്യമാണ് അക്ബറിന്റെ അടുത്താ കാണിച്ചത് കേട്ടോ. അപ്പൊ അത് കാരണം അക്ബർ അപ്പാനിനെ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും അക്ബറിന് വളരെ നല്ലത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നടന്നത്. അതിന്റെ പേര് പിന്നെ ഇവർ ഒത്തുതീർപ്പാക്കി എല്ലാവരോടും ഇരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ ഷാനവാസും അപ്പറും നല്ല കോംബോ കേട്ടോ. അവര് എനിക്ക് തോന്നുന്നു അവർ ഒന്നിച്ച് കളിക്കണം, നല്ല രസമാണെന്ന് തോന്നുന്നു. നല്ലൊരു പോസിറ്റീവ്, അവർ രണ്ടുപേരും കാണുമ്പോൾ നല്ല പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരവും തമാശ പറച്ചിലും അടുത്തിരിക്കലും മറ്റേ കീർക്കടിയൊക്കെ കുറെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഷാനവാസ് ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഈ കയ്യിൽ ഷാനവാസിനെ മുറിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ അനീഷ മനഃപൂർവ്വം കടിച്ചാന്ന് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഈ തൊപ്പി വലിച്ചപ്പോൾ അനീഷ് തൊപ്പി കടിച്ചു പിടിച്ചേക്കുമായിരുന്നു. ഈ തൊപ്പി വലിച്ചപ്പം അനീഷ് കയ്യെ കയറി കടിച്ചതെന്ന് കംപ്ലൈന്റ് ചെയ്ത് നല്ല മുറിവുണ്ട് തോന്നുന്നുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങൾ ഇന്നത്തെ ലൈവിൽ നടത്താൻ കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല, നല്ല ലൈവായിരുന്നു. പിന്നെ ശൈത്യ കട്ടപ്പാക്കുത്ത് കുത്തിയോലെ നമ്മുടെ അനീഷും അക്ബറിനിട്ട് കട്ടപ്പാക്കുത്ത് കുത്തിയിട്ട് അനീഷ് അല്ല അപ്പാനി കട്ടപ്പാക്കുത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്നാന്തരം കട്ടപ്പയാണ് അപ്പാനി. അപ്പം അക്ബറിന് എപ്പോഴേലും മനസ്സിലാകും അപ്പാനി വട്ടല കൂട്ടി നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും തന്നെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ട് അടുത്ത വീഡിയോ വരാം. ഓക്കെ, ടാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കരുത്. ടാ.